നമസ്കാരം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്നിരുന്ന കുറെ രുചികളില്ലേ? നമ്മൾ നന്നായി ആസ്വദിച്ച് കഴിച്ചിരുന്ന കുറെ രുചികള്. അന്നൊന്നും അതിന്റെ വില നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ? നമുക്ക് ആ രുചികളൊക്കെ തിരിച്ചു കിട്ടിയാൽ എന്താന്ന് നമ്മൾ ആലോചിക്കും ചില സമയത്ത്. പക്ഷെ കിട്ടില്ല. അതൊക്കെ നൊസ്റ്റാൾജികളായി തന്നെ നിലനിൽക്കും. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേ പെർഫെക്ഷനിൽ വരില്ലായിരിക്കും. ഒരു 75-80% നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ട്രൈ ചെയ്യണം. എന്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന മത്തിക്കറിയുണ്ട്. പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ട് പച്ചക്ക് അരച്ച് വെക്കുന്ന മത്തിക്കറി. അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും എന്റെ നാവിലിരിക്കുക. ഞാനിന്ന് അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകും. എങ്ങനെ ഇരിക്കും നോക്കാം. ആദ്യം തന്നെ നമുക്ക് മീൻകറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളകും മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചിയും, ചെറിയുള്ളി ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ കട്ടിക്ക് അരച്ചെടുക്കാം. ഇനി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത മത്തിയിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, കുറച്ചേറെ കറിവേപ്പില, ഇനി സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കൈ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ അരപ്പും മീനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പെരട്ടിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ, ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അരപ്പരച്ച മിക്സർ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കഴുകി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഈ 3 മിനിറ്റിൽ തന്നെ മത്തി മാങ്ങ ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവാപ്പൊടി, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, സ്വല്പം കൂടി പച്ച വെളിച്ചെണ്ണ, അവസാനമായിട്ട് കുറച്ചുകൂടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് 2 മിനിറ്റ് ചെറിയ തീയിൽ വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തനി നാടൻ നൊസ്റ്റാൾജിക് മത്തിക്കറി റെഡി. നല്ല മട്ടയരി ചോറ്, മത്തിക്കറി, മത്തങ്ങ എരിശ്ശേരി, കോവയ്ക്ക മെഴുക്കുവരട്ടി. ഉച്ചയൂണിന് ഇനി എന്താ വേണ്ടത്? സ്വർഗം മോനെ.